അത് പിന്നെ താത്ത, നിങ്ങൾ ആരാ ഈ പേടിക്കണേ? ഞാൻ പേടിച്ച് നിന്നുകൊണ്ടാ എനിക്കിപ്പോൾ ഈ ഗതി വന്നത്. ഞാൻ അതിന് അന്നെന്താ ചെയ്തത്? ഉമ്മ, നിങ്ങൾ ചെയ്യുന്നത് ഒക്കെ തെറ്റാണ്. ഞാനേ ഒരവസരം വരാൻ വേണ്ടി കാത്തു നിൽക്കേനു. ഈ എന്തൊക്കെയാ ഈ പറയണത്? താത്ത, ഞാൻ ഇത്രയും ദിവസം മനഃപൂർവ്വം ഉണ്ടാകുന്നതാണ്. ഉമ്മ എവിടെ വരെ പോകുന്ന അറിയണല്ലോ, അതിനു വേണ്ടിയിട്ട്. എന്താപ്പ എനക്കൊരു മനമാറ്റം? ഓളെന്താ എനക്ക് ഓതി തന്നത്? ഉമ്മ, താത്ത ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല ഇതുവരെ. നിങ്ങളെ നല്ലതല്ലാണ്ട് ആ പാവം എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഓളെ എനിക്കറിയാം. ഉമ്മ, നിങ്ങൾക്ക് ആരെയും അറിയില്ല, പ്രത്യേകിച്ച് താത്താനെ. എന്താപ്പോ ഓളെന്ത് മനസ്സിലാക്കാനാ? ഉമ്മ, താത്ത ആയോണ്ടാണ് ഇതുവരെ ഇങ്ങോട്ടൊന്നും പറയാണ്ട് ഈ മിണ്ടാണ്ട് നിന്നത്. ഒക്കെ പോട്ടെ, ഇന്ന് രാവിലെയും കൂടി അതിന് തീരെ വയ്യാഞ്ഞിട്ട് വയറുവേദനായിട്ട് കിടന്നപ്പോ പോലും നിങ്ങൾ അയാളോട് സ്വൈര്യം കൊടുത്തോ? എന്നിട്ട് വരെ അത് നിങ്ങളോട് മറത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു? ഓക്കറിയാം അമ്മായിമ്മനോടെ എങ്ങനെ സംസാരിക്കണം എന്ന്. താത്ത, നിങ്ങൾ എന്തിനാണ് ഈ ഒന്നും പറയാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നേ? അത് ഞാൻ എന്തിനാ ഇപ്പൊ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേന്ന് കരുതിയിട്ടാ. താത്ത, മിണ്ടാണ്ട് നിന്നാലേ എന്നും അതേ ഉണ്ടാകുള്ളൂ. അതെനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും പ്രതികരിക്കാത്തത്? അത് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതൊന്നും ഉമ്മാക്കൊരു വിഷമവും പിന്നെ അതിന് വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടില്ല. അന്നപ്പം ഞാൻ എന്താ ചെയ്തേ? ഉമ്മ നിക്കി, താത്ത പറയട്ടെ. എനിക്ക് നിങ്ങളോട് അന്നും ഇന്നും ഒരു ദേഷ്യവും ഇല്ല. പിന്നുള്ള വിഷമം എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നേ ഓളെയും വേറെ രീതിയിൽ കാണുന്നത് കൊണ്ടേ ആ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ടായിരിക്കും. ഉമ്മ, നിങ്ങൾ ആ ചെയ്തതേ നല്ല മോശപ്പെട്ടൊരു സ്വഭാവം തന്നെ കേട്ടോ. അതൊക്കെ പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ് കയറി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായതാ. പിന്നെ ഞാൻ എന്താ ഒന്നും മിണ്ടാത്തേന്ന് വെച്ചാലേ ഒരു തക്കം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നിന്നത് തന്നെയാ. മതി, കുറെ നേരമായല്ലോ നിങ്ങള്. ഇതിപ്പോ രണ്ടെണ്ണം കൂടി കൂടിയിട്ട് കുറെ നേരമായി. ഇതുവരെ ഇവിടെ ഒരു കച്ചറ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഉമ്മ, ഇനി മിണ്ടാണ്ടെന്നാലേ ഇത് ശരിയാവൂല. ഈ മിണ്ടാണ്ടെന്നോ, ഞാൻ പോകാണ്. ഇനി ഇവിടെ ഈ ഒരു വർത്താനം നീ ഉണ്ടാവരുത് കേട്ടല്ലോ. ഒരു രണ്ടാൾ പണിക്ക് പോകാൻ. താത്ത, നിങ്ങൾ എന്താണ് ഈ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നേ? ഞാനായിട്ടൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാടി. അങ്ങനെ വിചാരിച്ചെന്നാലേ നിങ്ങൾ എന്നൊരു വേലക്കാരനെ പോലെ ആകുകയുള്ളൂ. നിങ്ങൾ ഈ സ്വഭാവമാണ് മാറ്റേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാടി ഇപ്പോ? ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കിയതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപാടൊക്കെ എനിക്ക് ജോലിക്ക് ഓഫർ ലെറ്റർ ഒക്കെ വന്നിരുന്നു. പക്ഷെ ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് നിന്നിട്ടേ വന്ന നല്ല അവസരം കളഞ്ഞില്ലേ നിങ്ങള്? അന്നൊക്കെ ഇങ്ങനെയൊന്നല്ലല്ലോടി. അന്നിപ്പോ ഞാൻ എന്നെ പോലെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിപ്പോ ഈ ഒരു ഗതി വരൂലേനു. താത്ത, കിട്ടണ അവസരങ്ങളെ ഒരിക്കലും തട്ടിക്കളയരുത്. ഇനിയിപ്പോ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അന്ന് നേരത്തെ ഇറങ്ങിയതേ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അല്ല, ഈ എന്താ നേരത്തെ വന്നേ? അത് ഞാനേ എന്നോട് നിങ്ങളെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു ജോലി ഇങ്ങനെ നോക്കി. അപ്പൊ ആ ജോലി ഇപ്പൊ റെഡി ആക്കിയിരുന്നു. അപ്പൊ അത് പറയാൻ വേണ്ടിയാ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നേ. ജോലിയോ? ഈ എന്തെന്നെ കളിയാക്കാണോ? ഈ കാര്യം വെച്ചിട്ടാണല്ലോ അല്ലെ കളിയാക്കല്? അല്ല, അപ്പൊ എനിക്കിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊക്കെ ഞാൻ കാക്കാനോട് ചോദിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഫോട്ടോ കോപ്പി ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി ജോയിൻ ചെയ്യുമ്പോൾ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടു കൊടുക്കണം. എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ വിശ്വസിച്ചോ, നാളെ തന്നെ ജോയിൻ ചെയ്യണം. നാളെയോ? അല്ല, ഇക്കാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് സമ്മതം ചോദിക്കണ്ടേ? കാക്കാനോട് സമ്മതമൊന്നും ചോദിക്കണ്ട. അതെന്താ? കാക്കാക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയതേ ഞാൻ ആദ്യം പറഞ്ഞത് മൂപ്പരോടാ. മൂപ്പർക്ക് നല്ല സന്തോഷായിരിക്കുന്നു. അപ്പൊ ഉമ്മയോ? ഉമ്മ സമ്മതിക്കൂല.
ആ, അതാടി പ്രശ്നം. ആ, ഞങ്ങള് ജോലിക്ക് പോകണ്ട. അത് പിന്നെ താത്ത, ഉമ്മ സമ്മതിക്കൂലെന്ന് വെച്ച് നിന്നാലേ നിങ്ങൾ ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടലുണ്ടാവൂല. പക്ഷേ ഉമ്മാനോട് പറയണ്ടേ? പറയണം, പറയണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ ആദ്യത്തെ പോലെ എല്ലാം ഉമ്മാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനൊന്നും നിൽക്കണ്ട. അത് ഉമ്മ എന്താ പറയാന്നൊക്കെ കരുതി. അല്ല, നിങ്ങളെ വർത്താനം ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല. എന്തമ്മ? എന്നാലേ നാളെ വിറക് മുറിക്കാൻ പണിക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ന് വയറുവേനാന്ന് പറഞ്ഞിട്ട് അവിടെ മടിച്ചിരിക്കണ്ട. അതുകൊണ്ടാ ഇപ്പൊ നേരത്തെ ഞാൻ വന്ന് പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് കൈയും കൊണ്ടും കാലും കൊണ്ടൊക്കെ ഒരു കളി? എന്താ നിങ്ങളിപ്പോ എന്നെ കളിയാക്കുക? അതാ, അങ്ങനൊന്നുമില്ല ഉമ്മ. നാളെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂല ഉമ്മ. എവിടെ പോവാന്? അല്ല, ഈ എവിടുക്കാ? ഉമ്മ, എനിക്കൊരു ജോലി റെഡി ആയിക്കണ്. അപ്പം നാളെ മുതൽ അങ്ങോട്ട് പോണം. ജോലിക്കോ? എന്ത് ജോലി? അല്ല, ആരോടൊപ്പം ഇതൊക്കെ ചോദിച്ചിക്കണേ? എന്താ അമ്മ, ജോലിക്ക് പോവാനിപ്പോ നാട്ടുകാരെ മൊത്തം സമ്മതം വേണോ? അന്നോട് ഞാൻ ചോദിച്ചോ? ഞാനാണ് ജോലി റെഡിയാക്കിയത്. എന്ത്? ആരോട് ചോദിച്ചിട്ടാ ഈ ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിക്കണേ? ഞാൻ കാക്കാനോട് ചോദിച്ചിട്ടുണ്ട്. മൂപ്പരെ ഫുള്ള് സപ്പോർട്ടാണ്. കാക്ക പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ നോക്കി റെഡിയാക്കിയത്. ആ, ഓ, അപ്പൊ അവിടം വരെ കാര്യങ്ങളില്ലേ? ഉമ്മ ഓളെ ചീത്ത പറയണ്ട. അതവിടെ വെക്കട്ടെ. അല്ല, അന്റെ തീരുമാനം എന്താ? ഉമ്മ, അത് പിന്നെ അത് ഇത് നല്ല ഈ പോവണ്ട. ഉമ്മ, പറയുന്നതിനെ കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളെ അനുസരണ ഇല്ലായിട്ടൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ പണിക്ക് പോകാൻ തീരുമാനിച്ചു. എന്ത്? എന്താ ഇപ്പൊ ഈ പറയണേ? എന്താ ഉമ്മ, നിങ്ങൾക്ക് താത്ത പറഞ്ഞത് മനസ്സിലായില്ലേ? താത്തേ നാളെ മുതൽ പണിക്ക് പോകുകയാണ്. എന്നിട്ട് നിങ്ങളിപ്പോ ഒക്കെ അങ്ങോട്ട് തീരുമാനിച്ചോ? ഉമ്മ, വയ്യ ഇനി. ഞാൻ ഇപ്പോഴും ഇത് ചെയ്തില്ലെങ്കിൽ ഇനി ഞാൻ ഒന്നിനും പറ്റാത്തവളായിപ്പോ. അല്ല, അപ്പൊ ഇവിടുത്തെ പണിയൊക്കെ ആരാ ചെയ്യാ? ഞാനിപ്പോ ചെറുപ്പക്കാരി ഒന്നല്ല എല്ലാ പണിയും കൂടി കണ്ട് ഒറ്റക്ക് ചെയ്യാൻ. ആ, നിങ്ങളോട് ഇപ്പൊ എല്ലാ പണിയും ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞോ? പിന്നെ നിങ്ങൾ രാവിലെ കണ്ട് ഒരുങ്ങി കെട്ടി പോയാൽ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആരാണ്ട് ചെയ്യല്? ഉമ്മ, ഞാൻ എല്ലാ ജോലിയും തീർത്തിട്ടേ പോകുള്ളൂ. താത്ത ഒറ്റക്കല്ല, ഞാനും ചെയ്യും. ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടേ പോകുള്ളൂ. ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ടേ ഒരുമിച്ച് അങ്ങ് ചെയ്ത് തീർത്തോളൂ. ആ, അതൊന്നും ശരിയാവില്ല. ഇവിടെ പെണ്ണുങ്ങൾ പുറത്തുപോയി പണിയെടുത്തിട്ടൊന്നും വേണ്ട തിന്നാൻ കൊണ്ടുവരാൻ. ഉമ്മ, നിങ്ങൾ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞിട്ടല്ലല്ലോ ഇന്നേം കൊണ്ടൊരു 10 പൈസന്റെ ഉപകാരമില്ലാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ അഭിമാനം ഒന്നും ഉണ്ടായിരുന്നില്ലേനു? ഓ, ഈ പണിക്ക് പോയിട്ടില്ലല്ലോ, അപ്പോഴൊക്കെ എന്റെ തലയൊക്കെ ഇങ്ങോട്ട് കേറാൻ തുടങ്ങിയാ? ഉമ്മ, നിങ്ങൾ ആദ്യം ഇന്നെ ഓളെ ഒരുപോലെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ തീരുമാനം എടുക്കൂലായിരുന്നു. നിങ്ങൾ എന്നെ വേലക്കാരി അല്ലാണ്ട് എന്തെങ്കിലും ഒരു ദിവസം എന്നെ കണ്ടുക്കോ. ഒക്കെ പോട്ടെ, മോളായിട്ടൊന്നും കാണണ്ട, ഒരു മരുമോളായിട്ട് എന്നെ ഒന്ന് കണ്ടൂടേനു. ആ, അന്നെ ഞാൻ തലയിലും വെച്ചോണ്ട് ഇവിടെ നടക്കാം. ഒരാളെ ഞാൻ തലയിൽ വെച്ച് തന്നെ ഇപ്പൊ എനിക്ക് കിട്ടി നല്ലോണം. ഉമ്മ, അത് നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങിയതാ. ഉമ്മ, ഞാൻ എന്തായാലും തീരുമാനിച്ച്. ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോവാ. താത്ത, ഇപ്പോഴേലും ബുദ്ധി വന്നല്ലോ. ഓ, ഈയാണല്ലോ ലൈൻ്റെ ഒക്കെ പുറകില്. ഉമ്മ, നിങ്ങൾ ഓളെ കുറ്റപ്പെടുത്തണ്ട. അല്ലായിട്ട് ഓളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇല്ലെങ്കിലേ ഞാൻ എന്നും ഇവിടെ ഒരു വേലക്കാരിനെ പോലെ ആയി പോയേനെ. ഉമ്മ, നിങ്ങളെ സ്വന്തം മോളെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിച്ചിട്ടെ, എന്നിട്ട് ഓൻ്റെ പുറകെ നടന്ന് നിങ്ങൾ ഓക്കൊരു ജോലി ആക്കി കൊടുത്ത് ഇപ്പൊ ഓൻ്റെ കൂടെ ഓളെ ദുബായിക്കും പറഞ്ഞയച്ചില്ലേ? ഉമ്മ, അതുപോലെ ഒരു ഉമ്മ എനിക്കുണ്ട്. ഞാനൊരു നല്ല നിലയിൽ എത്തുന്ന കാണാൻ.
അത് പിന്നെ അമ്മ അതുപോലെ ഒരു മോളാ ഞാനും. നിങ്ങളെന്തോ ഇന്നൊരു വൈരാഗ്യം വെച്ച് കാണുന്നു. പിന്നെ ജോലിക്ക് കിട്ടിയില്ലേലും ഒരു മോളെ പോലെ കണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവൂലേ. ആ അല്ലേലും കാണേനും ഇപ്പൊ ഇവളെ പോലെ തട്ടുത്തരം പറഞ്ഞ് നടന്നേനെ ഇനി നിങ്ങളോടൊന്നും പറയാൻ ഞാനില്ല. ഇപ്പോഴേലും നിങ്ങൾ എന്നെ ഒരു മോളെ പോലെ കാണുന്നു കരുതിയിട്ടാ. അങ്ങനെ ആയിരുന്നെങ്കിലേ ഞാനിപ്പോൾ ഈ പണിക്കൊന്നും പോകില്ലേനു. പക്ഷേ നിങ്ങൾ മാറൂല എന്ന് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ നാളെ മുതൽ എന്തായാലും ഈ പണിക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോഴാണ് നിങ്ങളായത്. ഈ തീരുമാനം കുറച്ച് മുന്നേ വേണമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇനി സമയമുണ്ടല്ലോ. എന്നാ ശരി താത്ത, ഞാനേ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. പിന്നെ നാളെ രാവിലെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോട്ടോ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ആ ശരി, താങ്ക്സ് ഡി. എന്തിന് താത്ത, ഞാനിത് ആദ്യമേ വിചാരിച്ചതാ. പിന്നെ ആദ്യം നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. പിന്നെ ഉമ്മ എന്തായാലും അതിന് മുടക്കം നിൽക്കും. അപ്പൊ ഞാൻ കരുതി എല്ലാം റെഡി ആയിട്ട് നിങ്ങളോട് പറയാം. സന്തോഷായടി. എന്നാലേ ഞാൻ ഇക്കാനൊന്ന് വിളിക്കട്ടെ. എന്നാ ശരി താത്ത, ഞാൻ പോട്ടെ. ഇപ്പോൾ കുളിച്ചിട്ടേ മാറ്റിയിട്ടൊക്കെ വരാം. ഞാൻ കിച്ചണിലേക്ക് വരാം. അപ്പൊ ഈ പോകാൻ തന്നെ തീരുമാനിച്ചോ? ആ അമ്മ, ഞാൻ പോവുക തന്നെയാണ്. എന്താ റബ്ബേ, ഞാനിപ്പോൾ കുടുങ്ങിയല്ലോ. രണ്ടാളുകൊണ്ട് പണിക്ക് പോയാൽ എൻ്റെ സുഖവും സൗകര്യമൊക്കെ കഴിഞ്ഞു. ഓളാണെങ്കിൽ ഇപ്പോൾ മറ്റോളെ പേരും പറഞ്ഞാൽ കുറേ പണി എടുപ്പിച്ചതേനു. ഇനിയിപ്പോൾ ഓടും പോയാൽ ഞാൻ എന്താക്കും റബ്ബേ. ഈ പോലത്തെ പണിയൊക്കെ ഓളാണെങ്കിൽ ഓളെ അങ്ങോട്ട് എടുക്കുകയും ഒരു പരാതിയും പറയാണ്ട്. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഒക്കെ ചെയ്യേണ്ടി വരും. ഒന്നും വേണ്ടായിരുന്നു. എല്ലാം പോലെ നിന്നെങ്കിൽ പണിക്കൊന്നും പോകില്ലേനു. എനിക്ക് സുഖമായിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വർത്താനം കൊണ്ട് ഓക്കും കിടങ്ങാറായി. ഓളും ഇപ്പോൾ പണിക്ക് പോയി. പക്ഷേ അടങ്ങി ഒതുങ്ങി നിന്നാൽ മതിയെന്നു ആദ്യം തന്നെ.